Hi, today we are going through how to introduce yourself in English or tell me something about yourself. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്, കാണാറുണ്ട്. നിങ്ങളെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് നമ്മോട് ഇൻ്റർവ്യൂവിലോ അല്ലാതെയോ ഒക്കെ ആവശ്യപ്പെടാറുണ്ടല്ലേ. അതിൻ്റെ കുറച്ച് ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ശരിക്കും അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ യുവർ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ ജോബ് ഓർ ഫോർ വാട്ട് പർപ്പസ് യു ആർ ഗോയിങ് ദെയർ. എന്തിനാണോ നമ്മൾ പോയിരിക്കുന്നത് അവിടെ അതുമായി നമുക്കുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെ. ഓർ ആർ യു ഫിറ്റ് ഫോർ എ ജോബ്, അല്ലെങ്കിൽ നിങ്ങളൊരു ജോബിന് ഫിറ്റ് ആണോ. ഇത് രണ്ട് കാര്യങ്ങളാണ് ശരിക്കും അവർക്ക് അറിയേണ്ടിയുള്ളത് അല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു സെൽഫ് ഇൻട്രഡക്ഷനെ ഞാനൊരു 3-4 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ശരിക്കും ഒരു സെൽഫ് ഇൻട്രഡക്ഷന് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും, ഒപ്പം തന്നെ രണ്ടാമതായിട്ട് നമ്മളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങൾ, മൂന്നാമതായിട്ടൊരു കൺക്ലൂഷൻ. ഈ 3 പാർട്സാണ് മെയിനായിട്ട് ഒരു സെൽഫ് ഇൻട്രഡക്ഷന് ഉണ്ടാകേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ ഒരു ഗുഡ് ഈവനിങ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് പറയാം ആദ്യമായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഗിവിങ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി ടു ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. ആദ്യം നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് അത് എന്താണ് ഇൻ്റർവ്യൂവറിന് നമ്മളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിനകത്ത് ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ്നെസ് അവിടെ ഉണ്ടാവും. നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഗിവിങ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി ടു ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. പിന്നീട് നമ്മൾ പറയേണ്ടത് നമ്മെ പറ്റിയാണ്, സ്വയം, നമ്മുടെ പേരെന്താണ്. അപ്പം അത് നമുക്ക് ആദ്യമായിട്ട് പറയാം ഐ എം അശ്വിനി, അല്ലെങ്കിൽ മൈ നെയിം ഈസ് അശ്വിനി. സാധാരണ എല്ലാവരും പറയാണ്ട് മൈ സെൽഫ് അശ്വിനി, അങ്ങനൊരു പ്രയോഗമേ പാടില്ല. അപ്പോൾ ഐ ആം അശ്വിനി അല്ലെങ്കിൽ മൈ നെയിം ഈസ് അശ്വിനി. അതുപോലെ സാധാരണയുള്ള ഒരു കോമൺ മിസ്റ്റേക്കാണ് മൈ സെൽഫ് മിസ്റ്റർ ഓർ മിസ്സിസ് അശ്വിനി ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ മിസ്റ്റർ ഓർ മിസ്സിസ് നമ്മളെപ്പറ്റി പറയേണ്ട ആവശ്യമേ ഇല്ല, അങ്ങനെ പറയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് അവർ സെൽസ് ഐ ആം അശ്വിനി അല്ലെങ്കിൽ മൈ നെയിം ഈസ് അശ്വിനി. അടുത്തത് നമ്മൾ വരുന്ന പ്ലേസാണ്. അപ്പോൾ അത് പറയുമ്പം ഐ കം ഫ്രം കാലിക്കറ്റ് ഓർ ഐ എം ഫ്രം കാലിക്കറ്റ്. ഐ കം ഫ്രം കാലിക്കറ്റ് ഓർ ഐ എം ഫ്രം കാലിക്കറ്റ്. എന്നാൽ സാധാരണ ഉപയോഗിക്കാറുള്ളത് ഐ ആം കമ്മിങ് ഫ്രം ആണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല ഐ ആം കമ്മിങ് ഫ്രം. പക്ഷേ നമുക്ക് പറയാം നമ്മളിപ്പം നമ്മളുടെ സ്വന്തം സ്ഥലം കാലിക്കറ്റാണ്, പക്ഷേ നമ്മൾ താമസിക്കുന്നത് കൊല്ലത്താണെങ്കിൽ നമുക്ക് പറയാം ഐ എം ബേസിക്കലി ഫ്രം കാലിക്കറ്റ് ബട്ട് കറൻ്റ്ലി റിസൈഡിങ് അറ്റ് കൊല്ലം. Okay, I am basically from Calicut but currently residing at Kollam. Okay, അപ്പോൾ ഐ ആം അശ്വിനി അല്ലെങ്കിൽ മൈ നെയിം ഈസ് അശ്വിനി. പിന്നെന്താണ് പറഞ്ഞത് ഐ കം ഫ്രം കാലിക്കറ്റ് അല്ലെങ്കിൽ ഐ ആം ഫ്രം കാലിക്കറ്റ്. അതുമല്ലെങ്കിലോ ഐ ആം ബേസിക്കലി ഫ്രം കാലിക്കറ്റ് ബട്ട് കറൻ്റ്ലി റിസൈഡിങ് അറ്റ് കൊല്ലം. പിന്നെയുള്ളത് നമ്മുടെ പഠിച്ച അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ്. ഐ ഡിഡ് മൈ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഇംഗ്ലീഷ് ഫ്രം XYZ യൂണിവേഴ്സിറ്റി. കറൻ്റ്ലി ഐ എം പെർസ്യൂയിങ് മൈ PhD ഇൻ ABC യൂണിവേഴ്സിറ്റി. അതായത് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ പേര് ഏതാണോ അത് നമ്മൾ തന്നെ എഴുതുക. ഐ ഡിഡ് മൈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഇംഗ്ലീഷ് ഫ്രം XYZ University and currently I am pursuing my PhD in ABC University. Okay, നെക്സ്റ്റ് നമുക്ക് പറയാവുന്നത് നമ്മുടെ ഫാമിലിയെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മെപ്പറ്റി പറഞ്ഞു, സെക്കൻഡ് വൺ നമ്മൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു, തേർഡ് വൺ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഒപ്പം നമുക്ക് എന്തെങ്കിലും പ്രീവിയസ് എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ, അതായത് ആ അഡീഷണൽ എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതോടൊപ്പം ചേർക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഫാമിലിയെ പറ്റി പറയാം. ഐ ബിലോങ് ടു എ 4-member ഫാമിലി, മൈ ഫാദർ, മൈ മദർ, മൈ ബ്രദർ ആൻഡ് മീ. നമ്മളെ കുറിച്ചിട്ടുള്ളത് ഏറ്റവും ലാസ്റ്റ് പറയാം. അപ്പം ഐ ബിലോങ് ടു എ 4-member ഫാമിലി, മൈ ഫാദർ, മൈ മദർ, മൈ ബ്രദർ ആൻഡ് മീ. ഓക്കെ,
പിന്നെ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ കഴിവ്. മൈ സ്ട്രെങ്ത് ആർ ഐ ആം സെൽഫ് മോട്ടിവേറ്റഡ്, ഹാർഡ് വർക്കിംഗ് ആൻഡ് എ ഡിസിപ്ലിൻഡ് വൺ. ഓക്കെ, ഐ ആം സെൽഫ് മോട്ടിവേറ്റഡ്, ഹാർഡ് വർക്കിംഗ് ആൻഡ് എ ഡിസിപ്ലിൻഡ് പേഴ്സൺ. ഓക്കെ, നമ്മുടെ സ്ട്രെങ്ത് ആണ് അവിടെ നമ്മൾ എക്സിബിറ്റ് ചെയ്തത്. അടുത്തതും നമ്മുടെ ഗോൾ പറയാം. മൈ ഗോൾ ഈസ് ടു ഗെറ്റ് എ ജോബ് ഇൻ എ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ. മൈ ഗോൾ ഈസ് അവിടെ നമുക്ക് ലോങ് ടൈം എയിമും ഗോളും ഷോർട്ട് ടൈമും രണ്ടും നമുക്ക് പറയാം. അവിടെ ഷോർട്ട് ടൈം ഗോൾ ആണെങ്കിൽ മൈ ഷോർട്ട് ടൈം ഗോൾ ഈസ് ആൻഡ് മൈ ലോങ് ടൈം ഗോൾ ഈസ് ഇങ്ങനെ കാണിക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ ഹോബീസിനെ പറ്റി. മൈ ഹോബീസ് ആർ റീഡിങ് ബുക്സ്, കുക്കിംഗ് ആൻഡ് ലിസണിങ് ടു മ്യൂസിക്. ലിസൺ മ്യൂസിക് അല്ല, ലിസണിങ് ടു മ്യൂസിക്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ പേര് പറഞ്ഞു, പിന്നെ നമ്മൾ കം ഫ്രം പറഞ്ഞു, പിന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞു, പിന്നീട് ഫാമിലിയെ പറ്റി പറഞ്ഞു, പിന്നെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, പിന്നെ നമ്മുടെ ഗോള്, പിന്നെ നമ്മുടെ ഹോബിക്ക് ശേഷം ദാറ്റ്സ് ഓൾ അബൌട്ട് മീ, ഇത്രയുമാണ് എന്നെ പറ്റി പറയാനുള്ളത്. ഓക്കെ, എന്നിട്ട് വീണ്ടും നമുക്ക് പറയാം താങ്ക് യു ഓൾ ഫോർ ഗിവിങ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് വളരെയധികം നന്ദിയുണ്ട് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ഒരു റെസ്യൂം ആവാം, അല്ലെങ്കിൽ നാം ഇൻട്രൊഡക്ഷൻ അവർ ചോദിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് നമ്മളതിനെ നമ്മുടെ അറിവിനെ എക്സിബിറ്റ് ചെയ്യാനുള്ള നമ്മുടെ ഒരു ഒരു ടൈമാണ് നമുക്കവിടെ കിട്ടുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ഗ്രീറ്റിങ്സ്, ആ ഗ്രീറ്റിങ്ങിന് ശേഷം നമ്മൾ നമ്മുടെ പേര് പറയുന്നു, അതിനുശേഷം നമ്മൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് പറയുന്നു, പിന്നീട് നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നു. അപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോടൊപ്പം പ്രീവിയസ് ജോബ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാം. പിന്നീട് നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയുന്നു. നമുക്ക് പറയാം ഐ ബിലോങ് ടു എ ന്യൂക്ലിയർ ഫാമിലി, ഐ ബിലോങ് ടു എ ആ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി. ഇങ്ങനെ നമുക്ക് ആ ഫാമിലിയെ പറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാം. പിന്നെ നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് രണ്ടും മനസ്സിലാക്കി വെക്കുന്നവരാണെങ്കിൽ രണ്ടും പറയാം. പിന്നെ നമുക്ക് മൈ ഗോൾ, നമ്മുടെ ഷോർട്ട് ടൈം ഗോളും ലോങ് ടൈം ഗോളും രണ്ടും പറയാം. അതുപോലെ പിന്നീടുള്ളത് നമ്മുടെ ഹോബിയാണ്. ഹോബി പറയുമ്പോഴും അവിടെയും ശ്രദ്ധിക്കുക, നമ്മുടെ ഹോബീസ് വളരെ ക്ലിയർലി മെൻഷൻഡ് ആയിരിക്കണം. ഒപ്പം തന്നെ ഈ പറയുന്ന ഓരോ കാര്യവും നമ്മുടെ നെയിം പറയുമ്പോൾ നാം ഫുൾ നെയിം തന്നെ പറയാൻ ശ്രദ്ധിക്കുക. ഫുൾ നെയിം പറയുന്നതോടൊപ്പം മൈസെൽഫ് ചേർത്ത് പറയാതിരിക്കുക, മിസ്റ്റർ ആൻഡ് മിസ്സസ് ചേർത്ത് പറയാതിരിക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അതുപോലെ ഐ ആം കമ്മിങ് ഫ്രം എന്ന ആ ഒരു യൂസ് നാം ഒഴിവാക്കുക. ഐ കം ഫ്രം അല്ലെങ്കിൽ ഐ ആം ഫ്രം. അപ്പം ഇതാണ് നമ്മുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ലാസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങളുടേതായ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എഴുതി നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അത് മറക്കാതിരിക്കുക. ആ എക്സസൈസ് മസ്റ്റായിട്ടും നിങ്ങൾ താഴെ ടൈപ്പ് ചെയ്തിരിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.